പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി. ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന 4ാമത്തെ ദിവസമാണ് എന്നോട് ചോദിക്കുന്നത് ഇതേ ചോദ്യം. എന്നോട് ചോദിക്കുന്നത് കഴിഞ്ഞ 3 ദിവസം ഞാൻ പ്രതികരിച്ചൊരു വിഷയമാണിത്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്? അപ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു കാര്യവും ചർച്ച ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ, ഒളിച്ചോടിയിട്ടില്ലല്ലോ. ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല. ഞങ്ങളെ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. മറ്റേതൊരു പാർട്ടിയേക്കാളും ഇല്ല ഒരഭിപ്രായം രണ്ടഭിപ്രായമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിലൊരു വ്യത്യാസവും ഇല്ല. അത് അപ്പോഴല്ലേ നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി കാണേണ്ടത്. ഞാൻ ചോദിച്ചോട്ടെ, BJPയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ എങ്ങനെ പോഴ്ത്തിയിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് BJPയിൽ നിൽക്കാൻ പറ്റുമായിരുന്നോ? CPM നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡം ഓഫ് ഇതുണ്ടല്ലോ. നേരത്തെ മോദിയെ പോഴത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ തരൂരിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, അതും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനും ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ പറയുന്നവരാണ് തീരുമാനിക്കേണ്ടത്. എന്നെ ജയിപ്പിച്ച മഹാജനങ്ങളും പാർട്ടിയും അവരുടെ കഠിനാധ്വാനം, ആ തെരഞ്ഞെടുപ്പിൽ ഈ BJPയും മോഡിയും എത്ര ശക്തമായിട്ടാണ് ഞാൻ എന്നെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി എന്തായാലും അനീമസമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചതെന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കും. PM-ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് പറയുന്നവരോട് ചോദിക്കുക. അല്ല, അദ്ദേഹം ഇവിടെ പ്രചാരണത്തിന് എത്തുന്നില്ലല്ലോ കേരളത്തിലെ. ഉണ്ടായിരുന്നു അദ്ദേഹം പ്രചാരണം. തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.